Dear students, welcome to Tech Talks. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ഇൻ സി. എന്താണെന്ന് നോക്കാം. കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് അലോ യൂസേജ് ടു പാസ് ഇൻപുട്ട് വാല്യൂസ് ടു സി പ്രോഗ്രാം അറ്റ് റൺ ടൈം ത്രൂ ദ ടെർമിനൽ ഓർ കമാൻഡ് പ്രോംപ്റ്റ്. നോർമലി ഇൻപുട്സ് നമ്മൾ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്കാനർ ഫങ്ഷൻസ് the program can accept the inputs from the user. അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സ്കാനർ ഫംഗ്ഷൻ യൂസ് ചെയ്തു. അങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് ആദ്യമേ നമ്പർ ഓഫ് ഇൻപുട്സ് സെറ്റ് ചെയ്യാം, ആ ഇൻപുട്സ് പ്രൊവൈഡ് ചെയ്യാം. കമ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ത്രൂ ദ ടെർമിനൽ നമുക്ക് ഇൻപുട്സ് കൊടുക്കാം. ഇൻപുട്സ് കൊടുത്തതിന് ശേഷം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആർഗ്യുമെന്റ്സ് ആയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യും. എങ്ങനെയാണ് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുക, എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ബട്ട് അതിന് മുമ്പ് അതിൻ്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. ഹൗ ദ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് വർക്ക്. നിങ്ങൾ കൊടുക്കുന്ന ആർഗ്യുമെന്റ്സ്, അതായത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും അത് അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുക? ദേ ആർ ഹാൻഡിൽഡ് യൂസിങ് ദ മെയിൻ ഫങ്ഷൻസ് പാരാമീറ്റേഴ്സ്. നോർമലി നമ്മൾ മെയിൻ ഫങ്ഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക? റിട്ടേൺ ടൈപ്പ് ഇൻറ്റ്, ദെൻ മെയിൻ. ആർഗ്യുമെന്റ്സ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? നോർമലി ആർഗ്യുമെന്റ്സ് ആയിട്ട് കൊടുക്കത്തില്ല. നോർമലി വോയിഡ്. കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ അവിടെ കൊടുക്കണം. ഫസ്റ്റ് വൺ ഈസ് ആർഗ്യുമെന്റ് കൗണ്ട്, സെക്കൻഡ് ഈസ് an ആർഗ്യുമെന്റ് വെക്റ്റർ. ഫസ്റ്റ് വൺ ആർഗ്യുമെന്റ് കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റോഴ്സ് ദ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് പാസ്ഡ് ഇൻക്ലൂഡിംഗ് ദ പ്രോഗ്രാംസ് നെയിം. നിങ്ങൾ എത്ര ആർഗ്യുമെന്റ്സ് കൊടുക്കുന്നുണ്ടോ, നിങ്ങൾ ഇൻപുട്ട് സെറ്റ് ചെയ്യുമ്പോൾ എത്ര ഇൻപുട്സ് ആണ് കൊടുക്കുന്നത് അതിൻ്റെ കൗണ്ട് ഉണ്ട്. കൺസിഡർ യു ആർ പ്രൊവൈഡിങ് ത്രീ സ്ട്രിങ്സ് ഇൻപുട്ടായിട്ട് കൊടുത്തു. ആർഗ്യുമെന്റ് കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്ത ആർഗ്യുമെന്റ്സ് എത്രയാണോ ആണോ ദാറ്റ് കൗണ്ട് പ്ലസ് പ്രോഗ്രാംസ് നെയിം. ഇപ്പോൾ ടോട്ടൽ ആർഗ്യുമെന്റ്സ് എത്രയാവും? 4. നിങ്ങൾ കൊടുത്ത 3 ആർഗ്യുമെന്റ്സ്, 3 ഇൻപുട്സ് പ്ലസ് പ്രോഗ്രാമിൻ്റെ നെയിം, ഫയൽ നെയിം കൂടി കൗണ്ട് ചെയ്യും. ഇപ്പോൾ ടോട്ടൽ കൗണ്ട് എന്ന് പറയുക 4 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്സ്, നമ്പർ ഓഫ് ഇൻപുട്സ് പ്ലസ് 1 വരും. അവിടെ പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? പ്രോഗ്രാംസ് നെയിം കൂടി കൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഇൻപുട്സ് പ്ലസ് 1, ദാറ്റ് വിൽ ബി ആർഗ്യുമെന്റ് കൗണ്ട്. ദെൻ ആർഗ്യുമെന്റ് വെക്റ്റർ, ദാറ്റ് ഇസ് എൻ അറേ ഓഫ് ക്യാരക്ടർ പോയിന്റേഴ്സ്. അതായത് ഒരു ക്യാരക്ടർ അറേ അഡ്രസ് ആണ് പോയിന്റ് ചെയ്യുന്നത്, അഡ്രസ് ലൊക്കേഷനിലാണ് വാല്യൂ സേവ് ചെയ്യുക. ഇനിഷ്യലി ക്യാരക്ടർ അറേ സൈസ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഇൻപുട്ട് സൈസ് എന്ന് പറയുന്ന വേരി ചെയ്യാം. അതുകൊണ്ട് തന്നെ അറേ സൈസ് ഫിക്സഡ് അല്ല. ഇൻസ്റ്റെഡ് വി ക്യാൻ ഡിക്ലെയർ ഇറ്റ് ആസ് an ആർഗ്യുമെന്റ് വെക്റ്റർ, ദാറ്റ് ഈസ് അറേ ഓഫ് ക്യാരക്ടർ പോയിന്റേഴ്സ്. ഇറ്റ് പോയിന്റ്സ് ടു ദ അഡ്രസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കൊടുക്കുന്ന 3 എലമെന്റ്സ് ആണ്, നിങ്ങൾ കൊടുത്തത് 3 ഇൻപുട്സ് ആണ്. ബട്ട് അവിടെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോഗ്രാംസ് നെയിം പ്ലസ് നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്സ്. ഓരോ എലമെന്റും ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യും. അപ്പോൾ എലമെന്റ്സ് എല്ലാം തന്നെ പോയിന്റ് ചെയ്യുന്നത് ഈ ഒരു ആർഗ്യുമെന്റ് വെക്ടറിലായിരിക്കും. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ദ ഫസ്റ്റ് എലമെന്റ് വിൽ ബി ദ പ്രോഗ്രാംസ് നെയിം. സെക്കൻഡ് എലമെന്റ് തൊട്ടാണ് നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്സ് വരിക അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് വരിക. നമുക്ക് എങ്ങനെയാണ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് കൊടുക്കുന്നതെന്ന് നോക്കാം. കോഡ് ബ്ലോക്സ് എടുക്കുക. ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഇൻപുട്സ് കൊടുക്കാം. കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാമെന്ന് നോക്കാം. ആ ടാബിൽ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ സെലക്ട് സെറ്റ് പ്രോഗ്രാംസ് ആർഗ്യുമെന്റ്സ്. ദെൻ പ്രോഗ്രാം ആർഗ്യുമെന്റ്സ് 3 ആർഗ്യുമെന്റ്സ് കൊടുക്കാം. ഞാൻ 3 സ്ട്രിങ്സ് കൊടുക്കുകയാണ്. ഫസ്റ്റ് സ്ട്രിങ് ഹലോ, സെക്കൻഡ് സ്ട്രിങ് സ്പേസ് കൊടുക്കുക, ദെൻ സെക്കൻഡ് സ്ട്രിങ് പാർത്ഥിവ് സ്പേസ്, തേർഡ് സ്ട്രിങ് റോയ്, ദെൻ ക്ലിക്ക് ഓക്കെ. നിങ്ങൾ 3 ഇൻപുട്ട് സെറ്റ് ചെയ്തു. ഇനി 3 ഇൻപുട്ട്സ് അക്സെപ്റ്റ് ചെയ്യണ്ടേ? ത്രൂ മെയിൻ ഫംഗ്ഷൻ. ഒരു മെയിൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇൻറ്റ് മെയിൻ ആർഗ്യുമെന്റ്സ് 2 കാര്യങ്ങളുണ്ട്.
First one is argument count. Int argc argument count. ഒരു സ്റ്റാൻഡേർഡ് നെയിം ഇത് തന്നെയാണ് argc. നിങ്ങൾക്ക് എനി നെയിം കൊടുക്കാം, നോർമലി കൊടുക്കുക. ഈ ഒരു നെയിം തന്നെയാണ് argc, കോമ ആർഗ്യുമെന്റ് വെക്റ്റർ ക്യാരക്ടർ ടൈപ്പ് chart star asterisk argument vector argv, then array. This is argument vector. It points to the character array. പോയിന്റ് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു സ്റ്റാർ മാർക്ക് ഇട്ടത്. പോയിന്റേഴ്സ് എന്താന്നുള്ളത് വിശദമായിട്ട് നമ്മൾ മോഡ്യൂൾ 4 പറയുന്നുണ്ട്. അപ്പോൾ ആർഗ്യുമെന്റ് കൗണ്ട് ആൻഡ് ആർഗ്യുമെന്റ് വെക്റ്റർ ഞങ്ങൾ അത് കൊടുത്തു. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്സ് അനുസരിച്ച് ആർഗ്യുമെന്റ് കൗണ്ട് എത്രയായിരിക്കും ഒന്നുകൂടി നോക്കാം. നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആർഗ്യുമെന്റ്സ് 3 സ്ട്രിങ്സ് അവിടെ പാസ് ചെയ്തിട്ടുണ്ട്. സോ ആർഗ്യുമെന്റ് കൗണ്ട് എത്രയായിരിക്കും? ആക്ച്വലി ഇറ്റ് വിൽ ബി 4. എന്തുകൊണ്ടാണ്? നിങ്ങൾ പാസ് ചെയ്ത ആർഗ്യുമെന്റ്സ് 3 + 1. എന്തുകൊണ്ടാണ് +1 വരുന്നത്? പ്രോഗ്രാം നെയിം കൂടി കൗണ്ട് ചെയ്യും. ഓക്കെ, സോ ഇറ്റ് വിൽ ബി 4. ഇവിടെ പ്രോഗ്രാം നെയിം, പ്രോജക്റ്റ് നെയിം എന്താണ്? ഇവിടെ നോക്കുക, ഞാൻ കൊടുത്തിരിക്കുന്ന നെയിം ഇതാണ്, project_1. ദെൻ ആർഗ്യുമെന്റ് വെക്റ്റർ, അവിടെ ഫസ്റ്റ് എലമെന്റ് എന്തായിരിക്കും? ഫസ്റ്റ് എലമെന്റ് അവിടെ പോയിന്റ് ചെയ്യുന്നത് പ്രോജക്റ്റ് നെയിം. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് പ്രോജക്റ്റ് നെയിം project_1. സെക്കൻഡ് എലമെന്റ് hello. തേർഡ് എലമെന്റ് പാർത്ഥിവ്. ഫോർത്ത് എലമെന്റ് റോൾ. ഓക്കെ, ഇനി അത് പ്രിന്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്സ് അതേപോലെ പ്രിന്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ആർഗ്യുമെന്റ് കൗണ്ട് പ്രിന്റ് ചെയ്യാം. ഇങ്ങനെ കൊടുക്കാം, printf number of arguments %d, then new line, comma, argument count argc. ഇപ്പം എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? ഇപ്പോഴത്തെ കേസിൽ 4 എന്ന് പ്രിന്റ് ചെയ്യും. നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്സ് +1. ദെൻ ആർഗ്യുമെന്റ് വെക്റ്റർ 1 by 1 ആയിട്ട് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ കൊടുക്കാം. മൾട്ടിപ്പിൾ എലമെന്റ്സ് പ്രിന്റ് ചെയ്യണമല്ലോ. ആ ഒരു ആർഗ്യുമെന്റ് വെക്റ്റർ എല്ലാ എലമെന്റ്സും പ്രിന്റ് ചെയ്യണം. സോ ഇങ്ങനെ കൊടുക്കാം. ഒരു ഫോർ ലൂപ്പ് എടുക്കാം. 4 int I is equal to 0, then condition I less than the count, that is I less than argc semicolon. I increment ചെയ്യാം, I ++. then print ചെയ്യുക, printf. ഇവിടെ ഓരോ എലമെന്റും സ്ട്രിങ് ആണ്. ഇങ്ങനെ കൊടുക്കാം, %s/n new line, argument vector argv of index within square bracket I. ഓരോ എലമെന്റ് ആയിട്ട് പ്രിന്റ് ചെയ്യും, then new line, then return 0 എൻഡ് ചെയ്യുക. ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും റിസൾട്ട്? നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് 4 വരും. നിങ്ങൾ പാസ് ചെയ്ത 3 ആർഗ്യുമെന്റ്സ് അല്ലേ? അപ്പോൾ 3 + 1 4 വരും നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ്. ദെൻ 1 by 1 ആയിട്ട് ആർഗ്യുമെന്റ് വെക്ടറിൽ വരുന്ന ഓരോ എലമെന്റും പ്രിന്റ് ചെയ്യും. ആർഗ്യുമെന്റ് വെക്ടർ ഫസ്റ്റ് എലമെന്റ് എന്തായിരിക്കും? പ്രോജക്റ്റ് നെയിം ആയിരിക്കും പ്രിന്റ് ചെയ്യുക. ദെൻ ഓരോ എലമെന്റ് ആയിട്ട് പ്രിന്റ് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ? നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് 4, ദെൻ പ്രോജക്റ്റ് നെയിം, ആ ഒരു കംപ്ലീറ്റ് പാത്ത് അവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ലൊക്കേഷൻ പ്രിന്റ് ചെയ്തു. ദെൻ പ്രോജക്റ്റ് നെയിം കണ്ടോ, project_1. ദെൻ ഫസ്റ്റ് ആർഗ്യുമെന്റ് hello, സെക്കൻഡ് ആർഗ്യുമെന്റ് പാർട്ട്, തേർഡ് ആർഗ്യുമെന്റ് row. നമുക്ക് മറ്റൊരു സെറ്റ് ഇൻപുട്സ് കൊടുത്ത് നോക്കാം. അഗെയിൻ സെലക്ട് പ്രോജക്റ്റ്,
സെറ്റ് പ്രോഗ്രാംസ് ആർഗ്യുമെന്റ്സ്. പ്രോഗ്രാം ആർഗ്യുമെന്റ്സ് മാറ്റി കൊടുക്കുകയാണ്. വെൽക്കം, then space 2, third argument tech talks, space മറ്റൊരു നമ്പർ കൂടി കൊടുക്കുകയാണ് 105. ഓക്കെ, then എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, ഇവിടെ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് 5, then project name, then 4 arguments welcome, then 2, then tech talks, then finally 105. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിവിടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാലും ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ സ്ട്രിങ്. ഓക്കെ, എന്തെങ്കിലും അരിത്മെറ്റിക് കാൽക്കുലേഷൻ ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രിങ്ങിനെ ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം, എന്നിട്ടേ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് പറ്റൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാലും that will be taken as a string. So in order to perform arithmetic calculations, you need to convert corresponding string to integer or to float. Then you can perform the calculations. അങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്ത് നോക്കാം. ഒരു 2 numbers ഇൻപുട്ട് ആയിട്ട് കൊടുത്തു നോക്കാം. കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ആയിട്ട് കൊടുക്കുക. ദെൻ അതിൻ്റെ സം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ പ്രോഗ്രാംസ് ഞാനൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഇൻപുട്ട് സെറ്റ് ചെയ്യാം. 2 numbers ആണ് കൊടുക്കാനുള്ളത്. പ്രോജക്റ്റ് സെറ്റ് പ്രോഗ്രാംസ് ആർഗ്യുമെന്റ്സ് 2 numbers കൊടുത്ത് നോക്കാം. 10 സ്പേസ് 50. 2 numbers കൊടുത്തു. ദെൻ മെയിൻ ഫംഗ്ഷൻ ആർഗ്യുമെന്റ്സ് കൊടുത്തു. ദെൻ ഇപ്പോൾ 2 numbers കൊടുത്തു കഴിഞ്ഞാൽ കൗണ്ട് എത്രയായിരിക്കും? 3. നോട്ട് ഈക്വൽ ടു 3 ആണെന്നുണ്ടെങ്കിൽ ആർഗ്യുമെന്റ്സ് മാച്ച് ആവുന്നില്ല. അപ്പോൾ ഇങ്ങനെ പ്രിന്റ് ചെയ്യണം, എറർ ഇൻ ആർഗ്യുമെന്റ്സ്. കാര്യം നമ്മുടെ എയിം എന്ന് പറയുന്നത് സം ഓഫ് 2 numbers. ഇപ്പോൾ നിങ്ങൾ 3 numbers കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എറർ ഒന്ന് പ്രിന്റ് ചെയ്യണം, കാര്യം എറർ ഇൻ ആർഗ്യുമെന്റ്സ്. അതുകൊണ്ടാണ് അതുകൂടി ചെക്ക് ചെയ്ത്. ദെൻ ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് പ്രോഗ്രാംസ് നെയിം ആണ്, അത് നമുക്ക് എടുക്കണ്ട. സെക്കൻഡ് എലമെന്റ് എടുക്കാം. സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? argv of 1, ആർഗ്യുമെന്റ് വെക്റ്റർ ഓഫ് 1. ആർഗ്യുമെന്റ് വെക്റ്റർ ഓഫ് 0 ഈസ് പ്രോഗ്രാംസ് നെയിം. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് സ്ട്രിങ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഇൻറ്റീജറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്, a to i, ASCII to integer. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ഇത് പഠിച്ചതാണ്. വൺസ് അഗെയിൻ പറയാം, a to i, that is a built-in function. It is used to convert ASCII to integer. ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് സ്ട്രിങ്ങിനെ ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ മറ്റൊരു വേരിയബിളിൽ അത് സേവ് ചെയ്തു. ഇറ്റ് ഈസ് പാസ് ടു ദ വേരിയബിൾ num1, ഇൻറ്റീജർ ടൈപ്പ് ആണ്. ദെൻ സെക്കൻഡ് നമ്പർ എടുത്തു, ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ആർഗ്യുമെന്റ് വെക്റ്റർ ഓഫ് ഇൻഡെക്സ് പൊസിഷൻ 2. അതിനെയും ഇൻറ്റീജറിലോട്ട് കൺവേർട്ട് ചെയ്തു യൂസിങ് ദ ഫംഗ്ഷൻ a to i, ASCII to i. Then it is saved in variable num2. Then sum calculate ചെയ്തു num1 plus num2 and it is saved in the variable sum. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, a to i, that is a built-in function and it is defined in the header file standard library stdlib. So ആ ഒരു header file include ചെയ്യണം. It is required for using the function a to i, ASCII to integer function. ഇനി അത് പ്രിന്റ് ചെയ്യാം. printf sum %d വേരിയബിൾ sum. എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, 60. നിങ്ങൾ കൊടുത്ത ഇൻപുട്ട്സ് അക്സെപ്റ്റ് ചെയ്തു, അത് ആഡ് ചെയ്തു. ഇൻപുട്ട് ഒന്ന് മാറ്റി കൊടുത്ത് നോക്കാം. പ്രോജക്റ്റ്
സെറ്റ് പ്രോഗ്രാംസ് ആർഗ്യുമെന്റ്സ്. ഫ്ലോട്ട് നമ്പർ കൊടുത്ത് നോക്കാം. 40.5 സ്പേസ് 30.5. എക്സിക്യൂട്ട് ചെയ്യാം. അവിടെ 70 എന്നേ വന്നിട്ടുള്ളൂ. അതിനുള്ള റീസൺ എന്താണ്? നിങ്ങൾ കൊടുത്തത് ഫ്ലോട്ടാണ്, അത് സ്ട്രിങ് ആയിട്ടാണ് അക്സെപ്റ്റ് ചെയ്യുക. A to I യൂസ് ചെയ്തിട്ട് ആ ഒരു സ്ട്രിങ്ങിനെ ഇൻറ്റീജർ ആയിട്ട് കൺവെർട്ട് ചെയ്തു. ഇൻറ്റീജർ ആയിട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ പോയിന്റിന് ശേഷമുള്ള നമ്പർ എടുക്കത്തില്ല, നിങ്ങൾ അവിടെ ഇൻറ്റീജർ നമ്പർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കേസിൽ A to Iന് പകരം A to F ഫംഗ്ഷൻ കൊടുക്കാം. ASCII to float ഇവിടെ കൊടുക്കാം. A to F, ഇവിടെയും A to F. ദെൻ ടൈപ്പ് ഇൻറ്റീജർ അല്ല, ഫ്ലോട്ട് ടൈപ്പ് ആയിട്ട് കൊടുക്കാം. ഫ്ലോട്ട് num1, ദെൻ ഫ്ലോട്ട് num2, സം ഓൾസോ ഫ്ലോട്ട്. ദെൻ പ്രിന്റ് ചെയ്യുന്നതും ഫ്ലോട്ട് ടൈപ്പ് ആണ്. ഫോർമാറ്റ് സ്പെസിഫയർ %d പകരം %f. എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ കൊടുത്ത ഇൻപുട്സ് എന്തായിരുന്നു? 40.5 ദെൻ 30.5. റിസൾട്ട് 71.0. കറക്റ്റായിട്ട് വന്നു. സോ ആ ഒരു ടോപ്പിക് കൂടി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ അഡ്വാൻറ്റേജ് നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്, പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.